ആലപ്പുഴയിൽ നെല്ല് സംഭരണം തുടങ്ങി. നെടുമുടി, വള്ളുവൻകാട് പാടശേഖരം, പൂന്തുറ പാടശേഖരം എന്നിവിടങ്ങളിലെ നെല്ല് സംഭരണമാണ് ആരംഭിച്ചത്. ഒക്ടോബർ 14-ാം തീയതി കൊയ്ത്തു തുടങ്ങിയതാണ്. ഇത്രയും ദിവസമായിട്ട് നെല്ലെടുക്കാതെ കിടക്കുകയായിരുന്നു. ഇന്ന് എന്തായാലും നെല്ലെടുപ്പിൻ്റെ തീരുമാനമായിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് ഒരു വള്ളം വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ 2.5 ലോഡിൻ്റെ വള്ളത്തെ നെല്ല് കയറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീരുമാനമായതിൽ പാടശേഖരത്തിന് നന്ദി ആദ്യം അറിയിച്ചുകൊള്ളുന്നു. മോയ്സ്ചർ ഒന്നുമില്ല. ഓടെ 3 കിലോ കിഴിവിനാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓടെ 3 കിലോ കിഴിവ് വെച്ചിട്ടാണ് ഇന്ന് മുതൽ നെല്ലെടുക്കാൻ തുടങ്ങുന്നത്. ഈ ചെറുപ്പക്കാർ നമ്മുടെ കാർഷിക മേഖലയിലോട്ട് വരാനുള്ള അതിനെ തഴയുന്നൊരു രീതിയിലാണ് ഇപ്രാവശ്യം നടന്നത്. എല്ലാവരും കൃഷിയിലോട്ട് വരണമെന്നൊക്കെ പറഞ്ഞ് പലരും നമ്മുടെ മന്ത്രികളും അങ്ങനെയുള്ള പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ ഇത് കാണുമ്പോൾ എങ്ങനെ യുവ കർഷകർ ഇതിനകത്തോട്ട് വരും? വേറൊന്നും കൊണ്ടല്ല, ഇന്ന് ഞങ്ങളിപ്പോൾ 18-19 ദിവസമായി ഞങ്ങൾ ഇതിനകത്ത് കിടന്ന് ഒരു ദിവസം ഇല്ലാതെ പകൽ കിടന്ന് കഷ്ടപ്പെടുക. സകല ദൈവങ്ങളെയും വിളിക്കുന്നു, മഴ പെയ്യല്ലേ മഴ പെയ്യല്ലേ മഴ പെയ്യല്ലേ എന്ന് പറഞ്ഞ്. മഴ പെയ്ത് മാനം തെളിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 5-6 ദിവസമായി. നല്ലപോലെ അന്തരീക്ഷമായിട്ട് 5-6 ദിവസമായി. ഈ 5-6 ദിവസമായിട്ട് പോലും ഞങ്ങളുടെ നെല്ലെടുക്കാനായിട്ട് ഇന്നാണ് ഞങ്ങൾക്കൊരു തീരുമാനം ഉണ്ടായി. അതിൻ്റെ ഒരു സന്തോഷം നിങ്ങൾക്കിപ്പോൾ ഇത് കണ്ടാൽ മനസ്സിലാവും. പുറകിലുള്ള ഞങ്ങളുടെ ആ കർഷകരുടെയും ബാക്കി ഞങ്ങളുടെ നെല്ല് വാരുന്നവരുടെയും ചുമക്കുന്നവരൊക്കെ സന്തോഷം അതെന്തുമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പം ആ ഒരു സന്തോഷം എന്താണെന്ന് ഇത് നേരത്തെ പോയിരുന്നെങ്കിലുള്ള സന്തോഷം, അത്രയും ദിവസം ഞങ്ങൾ അനുഭവിച്ച വേദന വെച്ചാൽ എല്ലാ ദിവസവും ഞങ്ങൾ ഈ പറഞ്ഞ ഒരുമാതിരിപ്പെട്ട കർഷകരെല്ലാം ദുഃഖത്തിലാണ് പോയി കിടക്കുന്നത്. കാരണം വെച്ചാൽ രാത്രി അവർക്കൊന്നും ഉറക്കമില്ല. ഇന്ന് രാത്രി മഴ പെയ്യുമോ, നാളെ രാവിലെ എന്താകും? ഇന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ കൊയ്ത് കയറ്റിയവരുടേത് അങ്ങനെ, കൊയ്യാതെ കിടക്കുന്നവർ അങ്ങനെ, കൊയ്ത് കയറ്റിയവർ കിളുത്തു പോകുന്നുള്ളത് ആശങ്ക അങ്ങനെ, കൊയ്യാത്തവരത് നെല്ലിൽ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നുള്ളത്. എന്തായാലും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇന്ന് ഇങ്ങനെയെങ്കിലും ഒരു സമാധാനം ഉണ്ടാക്കി തന്നതിന് ഞങ്ങൾ എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. അതാണ് ഞങ്ങൾക്ക് ഇത്രയും പറയാനുള്ളത്. ഇനിയെങ്കിലും ഈ അടുത്ത വർഷമെങ്കിലും ഞങ്ങളുടെ ഈ അടുത്ത ഇപ്പം പുഞ്ച ഇതാകുമ്പോൾ അതിനെങ്കിലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലപോലെ സർക്കാർ ഞങ്ങൾക്ക് തയ്യണമെന്ന് മാത്രം ഞങ്ങൾ പറയുന്നു.